ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലങ്കാവി എയർപോർട്ടിൽ നിന്ന് ഹോട്ടൽ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാബ് ആപ്പ് വഴി ഞങ്ങൾ കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രൈവറും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഇവിടെ കാണേണ്ട കാഴ്ചകളെക്കുറിച്ചൊക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നു. പിന്നെ ലങ്കാവി കാണാനായിട്ട് നമ്മുടെ നാട്ടിൻപുറം പോലെ, സാധാരണ ഒരു നാട്ടിൻപുറം പോലെ തന്നെ ഫീൽ ചെയ്തു കേട്ടോ. നല്ല പച്ചപ്പും വീടുകളാണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലെ വീടുകൾ പോലെ തന്നെ റൂഫിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ കാലാവസ്ഥ നോക്കിയാൽ ഭയങ്കര വെയിലാണ്, നല്ല ചൂടാണ് കാലാവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടൽ റൂമിലേക്ക് എത്താനായിട്ടുണ്ട്. സിറ്റിയിലോട്ട് പോകുമ്പോൾ കാഴ്ചയാണ് ഇത്. വലിയ ഷോപ്പിംഗ് കോംപ്ലക്സും പിന്നെ അണ്ടർ വാട്ടർ വേൾഡും ഒക്കെ ഇവിടെയാണുള്ളത്. ഇതിനടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ ചെനാങ്ങിലെത്തി. ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം 3 മണിക്കായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലഗേജ് വെച്ചിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോട്ടലിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ചെക്കിന് സമയം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ചെനാങ് ബീച്ചിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഞാൻ പോകുന്ന വഴിക്കും ഒരുപാട് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ കൗണ്ടേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ ചെന്നപ്പോൾ അവിടെയും ഒരുപാട് കൗണ്ടേഴ്സ് കണ്ടു. അപ്പം സിറ്റിയിൽ അന്വേഷിച്ചതിനേക്കാളും കുറവായിട്ട് തോന്നി ഇവിടെ ബീച്ചിൽ. അപ്പോൾ ഡയറക്റ്റായിട്ട് ബീച്ചിൽ വന്ന് എമൗണ്ടൊക്കെ ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ കുറവായിട്ടുണ്ടാവുക. നമുക്കവിടെ ബാർഗൈൻ ചെയ്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് പാരാസൈലിങ്ങും ജെറ്റ്സ്കി ആയിരുന്നു. അപ്പം കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് അവർ ജെറ്റ്സ്കി ഇറക്കുകയുള്ളൂ. കാരണം അല കൂടുതലുണ്ടെങ്കിൽ ഇറക്കില്ല, പോകാൻ പറ്റില്ല. അപ്പം സേഫ്റ്റി പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ക്ലൈമറ്റ് അനുസരിച്ചാണ് അവർ ഇറക്കുള്ളൂ. പിന്നെ റേറ്റ് നമുക്ക് സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഡ്രോൺ ഇൻക്ലൂഡാണ്. ഡ്രോൺ വീഡിയോ വേണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കുറയും. പിന്നെ ബീച്ചിനടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര വെയിലായിരുന്നു, ഒരു തരത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. റൂമിൽ ചെന്നിട്ട് ഞങ്ങൾ റൂമിൻ്റെ മുകളിലത്തെ നിലയിൽ 4ാമത്തെ നിലയിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് കുളിച്ചിട്ട് പിന്നെ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ബീച്ച് സൈഡ് ഫുള്ള് റിസോർട്ടാണ്, നല്ല ഭംഗിയുള്ള റിസോർട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അങ്ങനെ സൺസെറ്റിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ആളുകളൊക്കെ ബീച്ചിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. വൈകുന്നേരം സമയം ആയപ്പോഴത്തേക്കും ബീച്ച് നല്ല തിരക്കായി, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പിന്നെ ഓരോരോ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു ബീച്ചിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നാളെയാണ് ഞങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ, ബൈ.